ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 20 വർഷം തടവും പിഴയും ശിക്ഷയും വിധിച്ചു. മുൻവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന പരാതിക്കാരിക്കും മകനും നേരെ അതിക്രമം കാട്ടുകയും ചെയ്ത കേസിൽ പ്രതിക്ക് 20 വർഷം തടവും 2,00,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി അഡീഷണൽ ജില്ലാ ജഡ്ജി ജോമോൻ ജോണാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. കൂളിമുട്ടം പ്രാണിയാട് കൊമ്പിപ്പറമ്പത്ത് വീട്ടിൽ 47-കാരനായ ഉമേഷാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. 2010 ഓഗസ്റ്റ് 1 ഉച്ചകഴിഞ്ഞ് 2:30 കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരിയായ കൂളിമുട്ടം വില്ലേജ് പ്രാണിയത്തോട് ഉന്നതി സ്വദേശിനി സുഹറാബി എന്നിവരോടുള്ള കുടുംബത്തോടുള്ള മുൻവൈരാഗ്യത്താൽ പ്രതി വാളുമായി വന്ന പ്രാണിയാട് ഉന്നതിയിലെ പൊതുകിണറിന് സമീപം വെച്ച് ഭർത്താവായ ഖനീഫുമായി വഴക്കുണ്ടാക്കുന്നത് കണ്ട് ഓടിയെത്തിയ മകൻ അൻസാറിനെ പ്രതി മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് തടയാൻ ചെന്ന പരാതിക്കാരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മാനഹാനി വരുത്തുകയും ചെയ്തു. ഹനീഫയെ വെട്ടിക്കൊല്ലുമെന്ന് ആക്രോശിച്ച് തല ലക്ഷ്യമാക്കി വെട്ടുകയും ഇത് തടയാൻ ശ്രമിച്ച പരാതിക്കാരിയുടെ ഇടത് കൈപ്പത്തിക്ക് ഗുരുതര പരിക്കേൽക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ പരാതിക്കാരിയുടെ കൈഞ്ഞരമ്പ് മുറിയുകയും എല്ല് പൊട്ടുകയും ചെയ്തിരുന്നു. അന്നത്തെ മതിലകം പോലീസ് സബ് ഇൻസ്പെക്ടർ SB പ്രവീൺ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇൻസ്പെക്ടർ KM ദേവസ്യ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയുമാണുണ്ടായത്. വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 16 സാക്ഷികളെ വിസ്തരിക്കുകയും 20 രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ T. ബാബുരാജൻ കോടതിയിൽ ഹാജരായി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 323, 326, 307 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത്.